ഇടപെടേണ്ടതിന് പ്രാർത്ഥനയായിരിക്കുക. പരിശുദ്ധാത്മാവാണ് നമ്മോട് സംസാരിക്കേണ്ടത്. എൻ്റെ അറിവോ എൻ്റെ ജ്ഞാനോ ഒക്കെ ഒരു പരിധി വരെയുള്ളൂ. ആത്മാവ് ഇടപെട്ടാൽ അന്ന് തന്നെ അതിന് വിടുതലുണ്ടാകും. ദൈവാത്മാവ് ഒരു ശബ്ദം നമ്മോട് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത്, പ്രവചനം മാത്രമല്ല ദൈവശബ്ദം. ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ആ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വചനമാണ് നമ്മോട് ഇടപെടേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തിലേക്ക് നമ്മെ എല്ലാവരെയും കൊണ്ടുവരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. ഇനി പകൽ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരേണ്ടതിന് നമ്മോട് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ആത്മാവ് നമ്മോട് ഇടപെടട്ടെ. അതിനായിട്ട് ദിവസങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് ഈ ആരംഭ സമയം തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഓരോ ചെറിയ കാര്യത്തിൽ പോലും ഇടപെട്ട് നമ്മോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ആത്മാവിൽ അത് തിരിച്ചറിയാനായിട്ട് കഴിയും. ആയതുകൊണ്ട് ഈ മുമ്പ് ഓർപ്പിച്ച ചില കാര്യത്തിൽ ഞാൻ അനുകൂലമായ കാര്യത്തിന് കാരണം പരിശുദ്ധാത്മാവ് ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിന് അത് നല്ല സന്തോഷം ഉണ്ടാക്കാറില്ല. കാരണം തൻ്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ നിവർത്തിച്ച് കൊടുക്കാൻ ദൈവം സന്തോഷവാനാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കുന്നത്. ആയതുകൊണ്ട് ദൈവമക്കളാവ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. എൻ്റെ പേര് കർത്താവിൻ്റെ വിശുദ്ധൻ ഓർപ്പിച്ചോരെ എൽദോ ജേക്കബ്. ഞാൻ ഇപ്പോഴടൂരിലായിരിക്കുന്നു. എൻ്റെ സ്വദേശം മൂവാറ്റുപുഴയാണ്. അവിടെ പോത്താനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പാർക്കുന്നത്. അവിടെ IPC ചർച്ചിനോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിലായിരിക്കുന്നു. ഇവിടെ അടൂരിൽ എൻ്റെതായ നിലയിൽ ഒരു പ്രവർത്തനം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് കർത്താവിൻ്റെ വിശുദ്ധനെ ഓർപ്പിച്ച് LC ആൻറ്റി ഞങ്ങളുടെ കൂട്ടായ്മയിലാണ് വരുന്നത്. കൂടാതെ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ, ദൈവവചനമായി അയക്കപ്പെടുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് തരുന്ന കൃപയ്ക്ക് അനുസരിച്ച് ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് തന്ന എല്ലാ ശുശ്രൂഷകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് പകൽ നിങ്ങളോട് ഒരുമിച്ചും ആയിരിക്കാൻ ദൈവാവസരം നൽകിയതിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കുവാൻ ദൈവാത്മാ തരുന്ന ആലോചനകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. പഴയ നിയമത്തിലൊരു സംഭവമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അത് ആവർത്തിച്ച് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം ഞാൻ എടുത്ത് കുറിവാക്യമായി വായിച്ചതേ ഉള്ളൂ. എന്നോട് കർത്താവ് പറഞ്ഞ ആലോചനകൾക്ക് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് ആരംഭത്തിൽ ആഗ്രഹമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നയിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാദനമുണ്ട്. എനിക്ക് ബോധിച്ച പുരുഷനായി ദാവീദിനെ കർത്താവ് കണ്ടു എന്ന് വായിക്കുന്നത്. ഞാൻ 2 ദിവസങ്ങളായി ഈ പ്രാർത്ഥനയോട് ബന്ധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കുന്ന സമയം എന്നോട് ഇടപെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഷെയർ ചെയ്യുന്നത്. കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ വായിക്കുന്ന പോലെ ബോധിച്ച ഒരു വ്യക്തിയായി തീരുക. ഇന്ന് പകലിൽ നമ്മളിവിടെ ആയിരിക്കും. നമ്മൾ ഒരുപാട് പ്രസംഗം കേൾക്കുന്നവരാണ്. ഇന്ന് തന്നെ 18ാമത്തെ ദിവസമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ദിനം. എന്നാൽ അതിനെ കൂടാതെ എത്രയോ പ്രാവശ്യം നമ്മൾ വിവിധ നിലവാരത്തിലുള്ള ആത്മീയ ശുശ്രൂഷകൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു വചനം, നമ്മുടെ ജീവിതത്തിൽ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ നാം ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിയായി എല്ലാ സമയവും, ഒരു പകൽ മാത്രമല്ല, ഒരു രാത്രി മാത്രമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, ജീവിതത്തിൽ എന്ന് യേശുവിനെ അടുത്തറിയുക. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ അറിയുന്നവരാണ് നല്ലവരും. എന്നാൽ ദൈവത്തെ അടുത്തറിയുന്ന ആ കാലം മുതൽ ജീവിതത്തിന്റെ അവസാനം വരെ കർത്താവിന് ബോധിച്ചവനായി നിൽക്കുന്ന വ്യക്തിയോടാണ് ദൈവാത്മാവ് ഇടപെടുന്നത് എന്ന് അർത്ഥമാക്കുന്നത് സംസാരിക്കത്തില്ല എന്നല്ല. ദൈവം വ്യക്തമായി അത് അവൻ്റെ കൈ പിടിച്ച് ദൈവം നടത്തിക്കൊണ്ടിരിക്കും. ഇന്ന് പകലിൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് ബോധിച്ച, ദൈവത്തിന് നമ്മുടെ മേൽ ഹിതം തോന്നണം. ആ നിലയിലേക്ക് നമ്മൾ കയറി വരണം. കർത്താവിൻ്റെ അഭിഷേകത്തെ മുമ്പ് ഓർപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൂട്ടായ്മയിൽ വരുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്, ദൂത് കേൾക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്, പുസ്തകം വായിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്, പ്രാർത്ഥന ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തോട് കൂടെ എപ്പോഴും നിൽക്കണം.
ദൈവത്തോട് കൂടെ നിൽക്കണം. പഴയ നിയമത്തിന്റെ വെളിപ്പാടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് എപ്പോഴും പറ്റി നിൽക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കച്ച അരയോട് പറ്റിയിരിക്കുന്ന പോലെ ഒരു ഭക്തൻ ദൈവത്തോട് പറ്റിയിരിക്കണം. അങ്ങനെ പറ്റിയിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ ഹൃദയസ്പന്ദനം അറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതേസമയം നിങ്ങൾ തിരിച്ചറിയണം, ഈ പറ്റിയിരിക്കുമ്പോൾ തന്നെ, ഈ ചേർന്നിരിക്കുമ്പോൾ തന്നെ, ഈ ദൈവപ്രസാദം അന്വേഷിക്കുമ്പോൾ തന്നെ, ഈ ദൈവമുഖം അന്വേഷിച്ച് നമ്മൾ നടക്കുമ്പോൾ തന്നെ മറ്റിതര അനേക സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ, ശബ്ദങ്ങൾ, പല ഇംഗിതങ്ങൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, യേശുവിനോട്, ദൈവത്തോട് പറ്റിയിരിക്കേണ്ട വണ്ണം പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? എൻ്റെ കൈക്കലെ ആടുകളെ ഒരുത്തനും പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ഹൃദയവും നമ്മുടെ കർത്താവുമായിട്ട് ഏറ്റവും പറ്റിയിരുന്നാൽ ഒരു ശത്രുവിൽ നമ്മെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പ്രവചിച്ചില്ലെങ്കിലും, പ്രവാചക ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും, വെളിപ്പാട് കണ്ടില്ലെങ്കിലും, കർത്താവിനോട് ഹൃദയപ്രകാരം പറ്റിയിരിക്കാൻ കഴിഞ്ഞാൽ ഒരു ശത്രുവിനും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. കാരണം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൈക്കലെ ആടുകളെ ഒരു ശത്രുവിനും പിടിച്ചു കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇന്ന് പകൽ എന്നോട് ദൈവാത്മ പറഞ്ഞൊരു ശബ്ദം കേട്ടുകൊള്ളുക. പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിനോട് ചേർന്നിരിക്കാനോ കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാനോ കഴിയാതെ ശത്രുവിന്റെ ആരവാരത്തിന് അനുസരിച്ച് വഴുതിപ്പോകുന്ന ചിലതിനെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയുക, ആ ഒഴുകിപ്പോകുന്ന മേഖലയ്ക്ക് എതിരായി ഒഴുക്കിനനുസരിച്ച് പോവുകയില്ല, തിരിച്ചൊഴുകാൻ ഒരാത്മാവിന്റെ ബലം ഈ പകൽ പകരപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ബുദ്ധി പറയുകയാണ്. റാധാന വൈഷധനന്ദനദിഗന, എന്നോട് കർത്താവ് ആരംഭത്തിൽ പറഞ്ഞൊരു ചിലരുടെ സങ്കടം എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര വചനം കേട്ടാലും, എത്ര ദൂത് കേട്ടാലും ഹൃദയത്തിനകത്തുനിന്ന് സങ്കടം മാറാതെ നിൽക്കുന്ന ചില മേഖലകൾ ആത്മാവ് എന്നോട് പറയുന്നു. ഈ പ്രാർത്ഥനയുടെ അവസാനം കുറിക്കുന്നതിന് മുമ്പ് ഇന്ന് പകൽ തിരുമാനി ഇടവക്ഷി അതിരാജഗത്തന ദൈവാത്മ പറയുന്നു, അതൊരു വ്യക്തി വന്ന് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്ന ഒരു വിശേഷമായ ഒരാത്മാവിന്റെ ഒരു നിയോഗത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവാത്മാവ് ആരംഭത്തിൽ അറിയിക്കുകയാണ്. അമ്പരംബാന ഘടകക്ഷാനകം ദേരകൽക്കനകൾ, നിങ്ങൾ ഹൃദയം ഒന്ന് വിട്ടുകൊടുത്തൊന്ന് പ്രാർത്ഥനയോടെ ദിവസം ഇരുന്നാൽ മതി. പരിശുദ്ധാത്മ ചിലതെല്ലാം ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കളയും. എത്ര ആക്ഷാര ബലഗണ ഘടകൻ, എത്ര ആട്ടിയിട്ടും പോകാതെ ഈച്ച വന്നിരിക്കുന്ന പോലെ ശത്രുവിന്റെ തമ്പുരാന്റെ ഇഷ്ടത്തിന് വിരോധമായി ശത്രു കൊണ്ടുവരുന്ന ആലോചനകൾ, ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ തള്ളിവിടുമ്പോൾ ഇന്ന് പല ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നീ ഇരിക്കുന്ന മുറിക്കകത്തേക്ക്, നീ ഇരിക്കുന്ന ആലയത്തിനകത്തേക്ക്, നീ ഇരിക്കുന്ന ഹോളിനകത്തോട്ട് ഇറങ്ങി ഒരു വ്യക്തി വരുന്ന പോലെ വരുന്ന ഒരു അനുഭവം ഇന്ന് പകൽ ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഞാൻ ആത്മാവിൽ കാണുന്നത് ഒരു സാധാരണ നിലവാരമല്ല. ഇരിക്കുന്ന മുറിക്കകത്തേക്ക് ഒരു വലിയ വെളിച്ചം വന്ന് ഇറങ്ങി ഒരു വ്യക്തി അടുത്ത് നിൽക്കുന്ന ഒരു സാന്നിധ്യം, വെളിപ്പെടുന്ന ഒരു സാന്നിധ്യം ഇന്ന് വെളിപ്പെടുന്ന ഞാൻ എന്നെ ആത്മാവിൽ ദൈവം കാണിക്കുന്നു. ശക്തമായ പ്രാർത്ഥനയോടെ ഇരിക്കുക. പരിശുദ്ധാത്മ വൻകാര്യങ്ങൾ ചെയ്യും. വെറുതെയല്ല ഈ നിർദ്ദേശങ്ങൾ തരുന്നത്. എന്നോട് ആത്മാവ് പറയുന്നു, ഈ നിർദ്ദേശങ്ങൾ ആത്മാവ് ഒരു വ്യക്തിയിലൂടെ തരുന്നത് അടുത്ത പടിയിലേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം മാറി അടുത്ത വാഹനം മേടിക്കുന്ന അർത്ഥമല്ല. ആത്മാവിന്റെ അടുത്ത പടിയിലേക്ക് ദൈവം നമ്മെ ഉയർത്തിയിട്ട് ആത്മമണ്ഡലത്തിന് ആഴമേറിയ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ചിലരെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസത്തിലിരുന്നാട്ട് ദൈവത്തിന്റെ മക്കളെ, നിങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാൽ ആ പ്രാർത്ഥനയുടെ ആ കണക്ഷൻ നിൽക്കുമ്പോൾ വ്യക്തിയല്ല ഇവിടെ വെളിപ്പെടേണ്ടത്, ആത്മാവാണ് വെളിപ്പെടേണ്ടത്. ശുശ്രൂഷിക്കുന്നവന് മറവിൽ നിർത്തിയിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും വിടുതൽ അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആയതുകൊണ്ട് ഈ പകൽ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്ന പഴയ നിയമത്തിന്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വായിക്കുന്ന പ്രകാരമാണ്, ഇസ്രായേല് അതെ രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ടു, പുരോഹിതന്മാർ ഭരിക്കപ്പെട്ടു, അതേസമയം തന്നെ ന്യായാധിപന്മാരാൽ ഭരിക്കപ്പെട്ടു. രാജാക്കന്മാരും ന്യായാധിപന്മാരും പ്രവാചകന്മാരും ഇവര് മാറി മാറി ന്യായാധിപതികളായി ഭരിച്ചിരുന്ന കാലത്ത് ഇസ്രായേൽ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കും വേണം രാജാവ്. ആ രാജാവ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോവുകയാണ്. രാജാവ് വേണമെന്ന് പറയുകയും അതെ ദൈവം പറഞ്ഞു, ശമൂവേലിനോട് പറഞ്ഞു, നീ രാജാവിനെ വാഴിച്ചു കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതിലേക്കൊന്നും ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊട്ടാര സദൃശ്യമായി വീട്ടിൽ പാർക്കുന്ന കീശിന്റെ മകനായിരിക്കുന്ന ധനികനായിരിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഓർത്തുകൊള്ളണം. കീശിന്റെ മകനായി സാധാരണ നിലയിലല്ല, അസാധാരണ സാമ്പത്തിക നിലവാരങ്ങളും സൗകര്യങ്ങളുള്ള വീട്ടിൽപ്പെട്ട തന്റെ സ്വന്തം മകൻ അവന്റെ വീട്ടിൽ ഒരു കഴുത നഷ്ടപ്പെട്ടപ്പോൾ അതിനെ അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോവുകയാണ്. സാധാരണ നിലയിൽ ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു കഴുതി അന്വേഷിക്കാൻ വേണ്ടി സ്വന്തം മകനെ കാട്ടിലേക്ക് വിടാൻ പോഷനല്ല അപ്പനും അമ്മയും. ഓർത്തുകൊള്ളണം, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ
നീ എത്ര ഉന്നത സ്ഥാനത്തിരുന്നാലും, എത്ര ഉയരത്തിരുന്നാലും, എത്ര ചുറ്റുവട്ടത്തിരുന്നാലും, എത്രമാത്രം ബന്ധിക്കപ്പെട്ടാലും, ഇന്ന് പകൽ ആത്മാ പറയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പെടുവിക്കേണ്ട സമയത്ത് പുറപ്പെടുവിക്കാൻ ശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഇരിക്കുന്നത്. ഒരു ലോകത്തിന്റെ ഒരു ശക്തികൾക്കും നിന്നെ തടയാൻ പറ്റത്തില്ല, ഒരു സാഹചര്യങ്ങൾക്കും നിന്നെ തടയാൻ പറ്റില്ല. കാരണം ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിറ്റീരി കനാസിത്തൂരി വൈഡാന, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി, ദൈവത്തിന് ബോധിച്ചവനെ തെരഞ്ഞെടുത്ത ഒരുവൻ ഇതിനകത്തുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, തക്ക സമയത്ത് സാഹചര്യങ്ങളെ വെട്ടിമാറ്റി അസാധാരണ ഒരു ദൈവിക അഭിഷേകം നിന്റെ മേൽ പകർന്ന് നടത്താൻ ശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പകൽ ഓർത്തുകൊള്ളണം, സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ്, ചുറ്റുപാടുകളെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റിതര പ്രതിസന്ധികളെ നമ്മൾ കാരണമാക്കി വെക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മക്കളെ നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിന് ഈ കാര്യങ്ങളൊന്നുമല്ല. കാരണം അവൻ മഹാപ്രഭുവാണ്, അവൻ മഹത്വവാനായ ദൈവമാണ്. സകലത്തിന് യോഗ്യനായ എൻ്റെ യേശുവിന് ഇതൊന്നും പ്രശ്നമേ അല്ല. എന്നാൽ പ്രശ്നം ആരാന്നറിയോ? നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ക്ഷണത്തിൽ വിടുതലാണ്. ക്ഷണത്തിലല്ലോ കാര്യം നടന്നതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ കാരണം? ഒരുക്കേണ്ടതുപോലെ ഒരുക്കി, ക്രമീകരിക്കേണ്ടതുപോലെ ക്രമീകരിച്ച്, സന്തുഷ്ട ഹൃദയത്തോടെ ദൈവം ഭാഗ്യം മുട്ടുമടക്കുമ്പോൾ പ്രതിസന്ധി കൊണ്ട് ഒരമനകടക ചില രോഗശക്തികൾ കൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരെ ദൈവാത്മ കാണിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വേണ്ടതുപോലെ ജാഗരിക്കാൻ കഴിയുന്നില്ല, ഒരു നിലയിൽ മറ്റൊരു നിലയിൽ ഉറക്കം കെടുത്തുന്നു, അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ശരീരത്തിന് അസ്ഥി സംബന്ധമായ വേദനയാൽ ഭാരപ്പെടുന്നു. ഞാൻ കർത്താവ് കാണിക്കുന്ന കാഴ്ച, ഈ ഞരമ്പ് സംബന്ധമായി പ്രയാസം വരുത്തിയിട്ട് മരപ്പ് പോലെ വേദനയും അസ്വസ്ഥതയും കൊണ്ടുവന്നിട്ട് അസ്വസ്ഥപ്പെടുത്തുന്ന ചിലരെ പരിശുദ്ധാൽ കാണിക്കും. ഇന്ന് പകൽ പ്രാർത്ഥനയോടെ എനിക്ക് കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിനുണ്ട് ആ കാലിൽ, ആ കയ്യിൽ ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവാത്മാവ് വൻകാര്യങ്ങളെ ചെയ്യും. ഇവിടെ നോക്കുക, ശൗലിനെ വീട്ടിൽ നിന്ന് കീസിന്റെ മകനായ ശൗലിനെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുചെന്നത് എവിടെയാണെന്നറിയുമോ? പ്രവാചകന്റെ അടുക്കലാണ്. ഇന്ന് പകൽ ഓർത്തുകൊള്ളണം, പുറപ്പെടുവിക്കേണ്ടവനെ പുറപ്പെടുവിച്ച് എത്തേണ്ടവന്റെ അടുക്ക് എത്തിച്ച് ആകേണ്ട ശുശ്രൂഷയ്ക്ക് ആക്കി വെക്കുന്ന ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ ഇന്ന് പകൽ ഇരിക്കുന്നത്. കാരണം ദൈവത്തിനൊന്നും മറവല്ല. ധാനവരവണ ശൈതാനകൽ കനകടക. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ദൈവം ഒരുവനെ വിളിച്ചാൽ അവനെ കുറിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ലോകം എതിരാകാം, രാഷ്ട്രം എതിരാകാം, നിയമങ്ങൾ എതിരാകാം, സാമ്പത്തിക നിലവാരം എതിരാകാം, കുടുംബം എതിരായിരിക്കും, സഹോദരങ്ങൾ എതിരായിരിക്കും. പക്ഷേ ഭയപ്പെടരുത്, പിടിച്ചവൻ സാധാരണക്കാരനല്ല, കൈ പിടിച്ചവൻ സാധാരണക്കാരനല്ലെന്ന് മനസ്സിലാക്കി അവനുണ്ട് അകത്തോട്ട് ഹൃദയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അടച്ചു കെട്ടിയ മുറിക്കകത്ത് നിന്നെ കയറ്റിവിട്ടാലും, എന്നോട് കർത്താവ് പറയുന്നു, 4 ഭാഗം അടച്ചു കെട്ടി, വാക്കില്ല, ഭാഷണമില്ല, ശബ്ദമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയായിട്ട് ബന്ധമില്ലാതെ ഒതുക്കിയാൽ ഇന്ന് പകൽ തിരിച്ചറിയുക, ആ മുറിക്കകത്ത് ഇറങ്ങിയ ഒരു സാന്നിധ്യം ഇന്ന് പകൽ നിന്റെ കൂടാരത്തിൽ ഇറങ്ങിയ അർത്ഥനന്തരതികൽക്കന. ഒന്ന് സന്തോഷത്തോടെ ആത്മാവിൽ സ്തോത്രം ചെയ്ത് മുന്നേറിയട്ടെ. ഇവിടെ ശൗലിന്റെ അടുക്കെ ദൈവത്തിന്റെ ദൂതനെ അയച്ചതുപോലെ പ്രവാചകന്റെ അടുക്കെ തക്ക സമയത്ത് ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് പ്രവാചകനോട് പറഞ്ഞു, നാളെ ഈ നേരത്തെ ഒരുവൻ നിന്റെ അടുക്കൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് അഭിഷക്തൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഏലീശയ്ക്ക് പോലും അത് സൂര്യകാരത്തിയുടെ മകൻ മരിച്ച സമയത്ത് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ചിലതൊന്നും ദൈവം വെളിപ്പെടുത്തിയിരിക്കത്തില്ല. ആ ദൈവത്തിന് പ്രസാദമില്ല എന്നിട്ടോ, ദൈവത്തിന് ബോധിക്കാത്തതുകൊണ്ടോ, ദൈവത്തിന് സന്തോഷമില്ലാത്തതുകൊണ്ടല്ല, സമയത്തിന് മുമ്പേ ഒന്നും വെളിപ്പെടുത്തുന്നതല്ല ദൈവം. എന്ന മറ്റൊരു കാര്യമുണ്ട്, തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന, കരയുന്ന നിന്റെ അടുക്ക് പ്രവാചകൻ വന്നില്ലെങ്കിലും ഇറങ്ങി വരുന്ന ആരാന്നറിയോ? എൻ്റെ അപ്പന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. പ്രവാചകൻ മറന്നു പോകും നിന്നെ, പ്രവചിച്ചവൻ മറന്ന് അവൻ വീട്ടിൽ പോകും. പക്ഷെ ഓർത്തുകൊള്ളണം, മറക്കാത്ത ഒരുവനുണ്ട്, എന്നും ഓർക്കുന്ന ഒരുവനുണ്ട്, എന്നും സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, എന്നും കരുതുന്നു എന്ന് വെച്ചാൽ പകലില്ലാതെ നിന്നെ കാക്കുന്ന, കരുതുന്ന ഒരപ്പം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് സന്തോഷത്തോടെ ചേർന്നിരിക്കാൻ തയ്യാറായാൽ ഇരുട്ടിന്റെ അധികാരങ്ങൾ ഇന്നു പകൽ അഴിഞ്ഞു പോവുകയാണ്. വചനം പറയുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് എന്ന് വെച്ചാൽ വെട്ടി മാറ്റി എടുത്ത്, ഒന്നുകൂടെ പറഞ്ഞാൽ സ്നേഹ സ്വരൂപനായിരിക്കുന്ന പുത്രന്റെ രാജ്യത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ എവിടെ ഇരിക്കുന്ന അറിയോ? സ്വർഗത്തിൽ. ഒന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാൽ ആത്മാവിൽ കണ്ടുവെക്കുക, നാം ഇരിക്കുന്നത് ഭൂമിയിലാണ്, പക്ഷേ സ്വർഗസ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്, ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. ആ ചിന്തയാണ്
ഇരുട്ടിന്റെ സാന്നിധ്യത്തിൽ നമ്മെ വിടുവിക്കുന്നത്. അർത്ഥം ആ സാന്നിധ്യത്തിൽ, ഏത് സാന്നിധ്യത്തിൽ ഞാൻ ദൈവത്തോട് കൂടെയാണ് ഇരിക്കുന്ന ചിന്ത വരുമ്പോൾ തന്നെ ജഡമോഹം അവിടെ അഴിഞ്ഞു പോകും, ധനമോഹം അഴിഞ്ഞു പോകും, പാരമ്പര്യത്തിന്റെ കെട്ടുകൾ അവിടെ അഴിഞ്ഞു പോകും. അർത്ഥം ഒരു കൈ തൊടാതെ ഇതെല്ലാം അഴിഞ്ഞു പോകും. കാരണം എന്താ? ഈ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ചേർന്ന് ഇരിക്കുമ്പോൾ ഈ ശക്തി കയറുമ്പോൾ, ഏത് ശക്തി? ദൈവശക്തി നമ്മുടെ മേലേക്ക് ചേർന്ന് വരുമ്പോൾ ഒരു ശാസന അവിടെ വേണ്ടി വരത്തില്ല, ഒരു ബത്സന അവിടെ വേണ്ടി വരത്തില്ല. ഇരുട്ടിന്റെ അധികാരങ്ങൾ നിന്നെ വിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ്. മുമ്പ് അഭിഷേകത്തിന് ഓർപ്പിച്ച പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ രോഗശാന്തിക്കാരൻ്റെ അടുത്തേക്ക്, ദൂത് അറിയണമെങ്കിൽ പ്രവാചകന്റെ അടുത്തേക്ക്, മറ്റേതൊരു ജ്ഞാനം അറിയണമെങ്കിൽ വേറെ കൗൺസിലിങ്ങിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക്. എന്നാൽ ഏറ്റവും വലിയ കൗൺസിലിങ്ങും ഏറ്റവും വലിയ പ്രവാചകനും ഏറ്റവും വലിയ ദൂതുവാകി ആരാന്നറിയോ? നിന്റെ അകത്തടങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് ചിന്ത വേണം. ഉള്ളിലേക്ക് ദൈവാത്മം തന്നിട്ടുണ്ട്. ചോദിക്കുന്നതിന് നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരുവാൻ അതേ അടൂരിന്ന് വരുന്ന പാർട്ടിൽ വരുന്നത് ദൈവത്തിന്റെ ആത്മാവിനോട് അകത്തുണ്ടെന്നുള്ള ധൈര്യം ഈ പകൽ തിരിച്ചറിഞ്ഞിട്ട് പറ, എന്റെ അകത്ത് ജയമുണ്ട്, എന്റെ അകത്ത് ഒരുവനുണ്ട്. ശത്രുവെ, നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, എന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല, എന്റെ തലമുറയെ തൊടാൻ പറ്റത്തില്ല, എന്റെ മക്കളെ തൊടാൻ പറ്റത്തില്ല, എന്റെ ജോലിയെ നിനക്ക് തൊടാൻ പറ്റത്തില്ല. കാരണം എന്താ? ഞാൻ സർവ്വലോകങ്ങളുടെ അധിപനായിരിക്കുന്ന യേശുവിന്റെ മകനാണ്. അസാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. നീ വാദമെന്ന് പറഞ്ഞു വെക്കേ, ഇരുട്ടിന്റെ ശക്തികൾ അപ്പോഴേ വിട്ടുപോകും. കാരണം മഹത്വവാനായിരിക്കുന്ന ദൈവം. അതിനെന്താ വായിക്കുന്നത്? തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുയേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ നിങ്ങളെ സുവിശേഷത്താൽ രക്ഷയ്ക്ക് വിളിച്ചത്. ഓർത്തോളണം, ആ മഹത്വം നമ്മുടെ മേലെ ഇറങ്ങാനല്ലേ നമ്മൾ ഈ ബത്തപ്പാട് കഴിക്കുന്നത്. ആ മഹത്വം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സാത്താനും നോക്കേണ്ട കാര്യമില്ല, ശത്രുവിന്റെ തന്ത്രങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം മഹത്വവാനായ ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ആ വേളയിലേക്ക് നമ്മൾ അടുത്തടുത്ത് ചെല്ലുമ്പോൾ ഒരു ശാസ്ത്രയുടെയും വേണ്ടി വരില്ല, ഒരു ദൂതുവാകിയോടെ വേണ്ട, ഒരു പ്രവാചകനോടെ വേണ്ട. കാരണം നമ്മെ നടത്തുന്ന ബലമുള്ളവരുണ്ട്, നമ്മെ താങ്ങുന്ന ബലമുള്ളവർ നമ്മുടെ കൂടെയുണ്ട്. ഇതൊന്ന് തിരിച്ചറിഞ്ഞ് ആ മുറിക്കകത്തിരുന്ന് സ്തോത്രം ചെയ്യുന്ന ആത്മാവിൽ ഒന്ന് പോരാടി ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ ആരും ഭാരപ്പെടേണ്ടി വരത്തില്ല, ആരും ഒതുങ്ങിപ്പോകേണ്ടി വരത്തില്ല. കാരണം ജയം നമ്മുടെ പക്കലായിരുന്നത്. ഓർത്തുകൊള്ളണം, ഇതിന്റെ എല്ലാം ജയത്തിന്റെ താക്കോൽ എവിടെയാണെന്നറിയാം? നമ്മുടെ കയ്യിലായിരിക്കുന്നത്. പ്രസംഗിക്കുന്ന ഉപദേശിയുടെ കയ്യിലല്ല താക്കോല്. ഓർത്തുകൊള്ളണം, നമ്മുടെ കയ്യിൽ ആ കീ ഇരിക്കുന്നത്. കാരണം ആ കീ എടുത്തൊന്ന് തുറക്കാൻ നമ്മൾ തയ്യാറാണ്. എവിടാ? വിശ്വാസത്തിന്റെ താക്കോൽ എടുത്തിട്ട് പറയണം, എനിക്ക് വേണ്ടി ദൈവം വലിയ ചെയ്തിരിക്കുന്നു. ചെയ്യാൻ വരുന്നല്ല, ചെയ്തിരിക്കുന്നു, അത് ഞാൻ പ്രാപിക്കും. ഇവിടെ ശൗലിനെ നോക്കണം. ശൗലിനോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനായിരിക്കുന്ന ശമൂവേലിലൂടെ ദൂത് പറഞ്ഞു, ദൂത് കേട്ടു. അവനെ പിന്നീട് ചെല്ലുമ്പോൾ കാണുന്നത് അനുസരിക്കുന്നവനായി അടുത്തു വന്നു. ദൈവാത്മാവ് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ രാജാവായി വിശേഷ സ്വഭാവമുള്ള, വിശേഷം പൊക്കമുള്ള, പൊക്കമുള്ളവനൊക്കെ ഒന്ന് വായിക്കുന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവിടെ വായിക്കുന്ന പ്രകാരമാണ് അതെല്ലാം ചെയ്ത് ഒരു നിർദ്ദേശം ഒടുവിൽ കൊടുത്തിരുന്നു. അതാണ് അവിടെ പ്രധാന ഭാഗം. തെരഞ്ഞെടുപ്പ് ഭയങ്കരമായിരുന്നു. കീശിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ച് കഴുതയെ അന്വേഷിച്ച് വനാന്തരത്തിലൂടെ ചുറ്റിക്കറങ്ങി അവസാനം പ്രവാചകന്റെ അടുക്ക ചെന്നു. അന്ന് രാത്രി അവിടെ പാർക്കുന്നു, പിറ്റേ പ്രഭാതത്തിൽ യാത്ര അയക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യം, അതൊന്നും തൊടുന്നില്ല. എന്നാൽ സംഭവിച്ചൊരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് ഭയങ്കരമായിരുന്നു. ദൈവപ്രസാദം അവന്റെ മേൽ വന്നിരുന്നു. പക്ഷേ അവിടുത്തെ വീഴ്ച എന്താണെന്നറിയോ? ദൈവത്തിന് അഭിഷക്തനായിരിക്കുന്ന ശമൂവേൽ പറഞ്ഞ ആലോചനയിൽ, വചനത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വീഴ്ച. തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ കാര്യം കേൾക്കുക എന്നുള്ളതല്ല. കേൾക്കുന്ന നല്ല കാര്യമാണ്, എന്നാൽ അത് നിലനിൽക്കുക എന്നുള്ളതാണ്. അതിനെന്ത് വേണം? നിലനിൽക്കണമെങ്കിൽ വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ബലമാണ്. നമ്മുടെ ജലം കൊണ്ട് പോരാടിയാൽ നമ്മൾ തോറ്റുപോകും. നമ്മൾ നോക്കിക്കേ, നമ്മൾ ഭയങ്കര കോപിഷ്ഠനാന്ന് വിചാരിക്കുക. ഭയങ്കര കോപമുള്ളവൻ ഇഷ്ടക്കേട് വരുമ്പോൾ അറിയാതെ കോപിച്ചു പോകും. എന്നാൽ ആത്മാവ് കൺട്രോൾ ചെയ്തു. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെട്ട് രണ്ട് മുറി എന്നുള്ളതിൽ കോപമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് കോപിക്കും, നാളെ വൈകുന്നേരം ഏറ്റു പറയും, ഇന്ന് വീണ്ടും കോപിക്കും, വൈകുന്നേരം ഏറ്റു പറയും, പിന്നെ ആശ്വാസം പ്രാപിക്കും, പിന്നെയും ഇഷ്ടപ്പെടാത്ത വരുമ്പോൾ കോപിക്കും. ഇതേപോലെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇന്നേക്ക് 13 വർഷമായി ഞാൻ പറയുന്ന ഒരു കാര്യം തീർച്ചയായും ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, ഒന്നുകിൽ ഈ മേഖല പൊളിച്ചെന്നെ പുറത്തിറക്കണം, അല്ലെങ്കിൽ ഈ പരിപാടി ഉപേക്ഷിക്കണം. ഇത് പറഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ ചെയ്ത കാര്യം ഓർത്തോളണം. ഞാൻ പോലും അറിയാതെ ആ കോപത്തിന്റെ ആത്മാവ് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ദേഷ്യപ്പെടത്തില്ല എന്നല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന വിശുദ്ധനാന്നല്ല ഞാൻ പറഞ്ഞേ. ആ കോപിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ബലം ഉണ്ടാകും. ആ ബലത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് വളരെ സ്നേഹത്തോടെ നിർത്താൻ സ്വർഗത്തിന് പ്രസാദം
പ്രസാദം തോന്നി. ഞാൻ പറഞ്ഞെന്നറിയോ? ആത്മാവ് വന്നപ്പോൾ ഒറ്റയ്ക്ക് കഴിയത്തില്ല. ഈ പകൽ തിരിച്ചറിയണം, കർത്താവിനോട് കൂടെ നടക്കാൻ തയ്യാറാകണം. അതിനെയാണ് ദാവീദിന്റെ പ്രത്യേകതയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ ഈ ശൗലിന് പറ്റിയ പരാജയം. ശൗലിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ശമൂവേലിലൂടെ പകരപ്പെട്ട ദൈവത്തിന്റെ നിയോഗമുണ്ട്. ആ നിയോഗത്തിൽ ശൗലിന് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ശൗലിനോട് ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്നിന്ന സ്ഥാനത്ത് ചെല്ലുമ്പോൾ ഇന്നിന്ന സംഭവങ്ങൾ, ഞാനതൊന്നും സമയമില്ലാത്തതുകൊണ്ട് തൊടുന്നില്ല, ആ സംഭവങ്ങളൊക്കെ അതാതിടങ്ങളിൽ ശമൂവേലിന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. സംഭവിച്ചു. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കാണുന്നു. അപ്പവുമായി ഒരാൾ അടുക്ക വരുന്നത്, ദൂതങ്ങളെല്ലാം കറക്റ്റായിട്ട് സംഭവിച്ചു. ഒടുവിൽ ശൗല് അവസാനം കാണുന്നത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എല്ലാ സാഹചര്യവും വിട്ടകന്ന് പ്രവചിച്ച് നിൽക്കുന്ന മേഖലയൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. കാര്യങ്ങൾ അല്പം കഴിഞ്ഞപ്പോൾ ഘടകവിരുദ്ധമായി സംഭവിച്ചു. ഈ പ്രബോധനവും ദൂതും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ശത്രു ശൗലിന്റെ നേരെ നിൽക്കുകയാണ്. എന്നാൽ അതിനകത്ത് ഭയപ്പെട്ടു പോയിട്ട് ശമൂവേൽ പറഞ്ഞ പ്രമാണം തള്ളിക്കടഞ്ഞ് ആ ശുശ്രൂഷ ശൗൽ തന്നെ ഏറ്റെടുക്കുകയാണ്. അവിടെ ബോഷത്വം പ്രകടിപ്പിച്ചു. വീണ്ടും അടുത്ത സ്റ്റെപ്പ് നോക്കുക. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ശൗലിനോട്, തെരഞ്ഞെടുപ്പ് പ്രാപിച്ചവനോട് ദൈവാത്മാവ് പറഞ്ഞു, നീ അമാലേക്കിനെ ഒന്നിനെ പോലും വെച്ചേക്കരുത്. നോക്കണം, ഈ പ്രവചന ഈ ചരിത്രം പറഞ്ഞ സമയം കളയല്ലേ. എന്താണ് പറയുന്നത് അറിയോ? ദൈവം ഒരു നിർദ്ദേശം തന്നാൽ, ദൈവം ആത്മാവ് ഒരു ആലോചന തന്നാൽ അതിന് മുറിവ് പിടിച്ചോളണം. നമ്മൾ സാധാരണ ഇപ്പൊ എന്താ ചെയ്യുന്ന അറിയോ? ഞാൻ 1-2 അനുഭവം പറയാം. ഈ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ ആൾക്കാരെന്ത് പറയും? എൻ്റെ ഭാഷ എന്ത് വേണേലും ചെയ്യാം, ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ഒഴിഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അത് പറഞ്ഞു കാര്യം ചെയ്യാം, പക്ഷെ ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം, ഈ കടഭാരത്തിൽ നിന്ന് ജപ്തി ആയിരിക്കുക, ഈ കടഭാരത്തിൽ നിന്ന് ഒരു വിടൽ മതി. ഞാൻ പറഞ്ഞു, ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കണം. അത് മൂളി കേട്ടതുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തഡോക്സുകാരാ, വിട്ടുപോരാൻ വലിയ പാടാ. അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമാണത്തിലേക്ക് വരണം, വചനത്തിലേക്ക് വരണം. ദൈവത്തിന്റെ ആലോചനയെ മുറുകെ പിടിക്കാൻ തയ്യാറാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കെട്ട് തനി കഴിയും. അതാ ഇതിന്റെ പ്രമാണം. ഒരു ഉപദേശി വന്ന് യേശുനാമത്തിൽ പോട്ടെ 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 ഒന്നും ശാസിക്കേണ്ടി വരുന്നില്ല. പ്രമാണത്തിൽ മുറുകെ പിടിച്ച് ഒന്ന് സമർപ്പിച്ച് സംഭവപൂർണമായ എല്ലാ മേഖലകളും വിട്ടുകളഞ്ഞ്, യേശുവേ എൻ്റെ ഹൃദയം ഇതാ, ഞാൻ നിന്നോട് അടുത്ത് വരിക, എന്നെ സഹായിക്കണമെന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ഏതെല്ലാം മേഖലയിൽ അടയപ്പെട്ടാലും ഞാൻ അനുഭവിക്കുന്ന കാര്യമുണ്ട്, നിന്നെ തളയ്ക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. കാരണം മഹത്വവാനായ ദൈവമാണ് നിന്നോട് കൂടെ ഉള്ളത്. അതങ്ങ് തിരിച്ചറിയണേ. ഇന്ന് പെന്തക്കോസ്ത് ലോകത്തിന് ആകെ കൂടി ഭയം എന്നാണെന്നറിയോ? പിശാചിനെ പേടി. എവിടെ നോക്കിയാലും പിശാചിന്റെ പീഡനം, പിന്നെ ബന്ധനം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ വെല്ലുന്ന ഒരുത്തൻ അകത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് കുടഞ്ഞെഴുന്നേക്കണം. പൗലോസിന്റെ കയ്യിൽ വലിയ അണലിയ കടിച്ചു തൂങ്ങിയത്, പക്ഷേ അണലിയുടെ വലുപ്പമല്ല നോക്കിയത്, അകത്തെ ആത്മാവ് എഴുന്നേറ്റത്. കേട്ടോ, ഇന്ന് പകൽ തിരിച്ചറിയണം. സാഹചര്യം ഘടകവിരുദ്ധമായി വരുമ്പോൾ അകത്ത മനുഷ്യൻ ആരെയാ? അകത്തെ ആത്മാവ് എഴുന്നേൽക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ സാഹചര്യങ്ങളെ വെച്ച് തിരുത്തിയിട്ട് പറയും, ഓ ഇതൊന്നും സാധിക്കുന്ന കാര്യമില്ല, ആ നടക്കുമോ, അയ്യോ എൻ്റെ ദൈവമേ എന്തോ ചെയ്യുന്നു വിലപിക്കുമ്പോൾ ഓർക്കണം, അകത്തളങ്ങളിൽ ദൈവാത്മാവ് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, എന്നോട് പരിശുദ്ധൻ പറയുന്ന ഒരു ചിന്ത ഞാൻ പറയാം. ഓരോ ദൈവ പൈതലിനും ജീവിക്കാൻ, ഈ ഭൂമിയിൽ ദൈവം വെച്ച് ആയുസ് ജീവിക്കാൻ അതിനാവശ്യമായ കൃപ നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. അത് തെരഞ്ഞ് കണ്ടുപിടിക്കണം. അർത്ഥം, മുട്ടുമടക്കാൻ തയ്യാറാകണം, പ്രാർത്ഥിക്കാൻ തയ്യാറാക്കണം. 5 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ നടന്നിരിക്കും, ചിലപ്പോൾ 50 മിനിറ്റ് പ്രാർത്ഥിച്ച കാര്യം നടന്നിരിക്കില്ല, ചിലപ്പോൾ 5 ദിവസം പ്രാർത്ഥിച്ച കാര്യം നടന്നിരിക്കില്ല, ചിലപ്പോൾ 5 മാസം പ്രാർത്ഥിച്ച കാര്യം നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി എന്നോട് വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഒരു കാര്യവും നടന്നിട്ടില്ലല്ലോ, ഈ മോൻ്റെ കല്യാണം നടന്നിട്ടില്ല, അവൻ ജോലി കിട്ടിയിട്ടില്ല, ഇതെന്തോ പാസ്റ്റർ, ഇനി എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. എന്ന് വെച്ചാൽ കർത്താവിനെ പറഞ്ഞാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ചിലത് ക്ഷണത്തിൽ നടക്കും, ചില 1 വർഷം കഴിയുമ്പോൾ നടക്കും, ചിലപ്പോൾ 9 വർഷം കാത്തിരിക്കേണ്ടി വരും. എന്നോട് ഒത്തിരി കാര്യം പറഞ്ഞവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന അടുത്ത ആണ്ട് നടക്കുന്നു വെച്ചാൽ അടുത്ത ആണ്ട് പോയിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഇന്നും ഉണ്ട്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന് സമയം വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി, ദൈവത്തിന്റെ മേൽ ആ ആത്മാവിന്റെ സ്കിതം നമ്മുടെ മേൽ വരേണ്ടതിന് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ ആത്മാവ് പറയും. ഞാൻ ഓടിപ്പോവുകയാണ്. ശൗലിനോട് അവസാനം ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മത്സരം എന്ന് വെച്ചാൽ നിനക്ക് നല്ലതല്ല. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ കിടക്കുന്നത് 5-ന്റെ 22-23 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ഈ 1 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 22-23 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം നമുക്ക് സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ശമൂവേൽ പറഞ്ഞത്, ശമൂവേൽ യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങളും കന്യയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ഷാഢ്യം വിദ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്
നിന്നെയും രാജസ്ഥാനത്തു നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുക. അർത്ഥം എന്താണ്? ദൈവത്തിന്റെ വചനത്തെ തള്ളിയാൽ അമാലേക്കിനെ പാടെ നശിപ്പിക്കുന്നതിന് പകരം അനുസരണക്കേട് കാണിച്ചു. അർത്ഥം ഇന്ന് പകൽ ഞാൻ എന്തായി പറയുന്നറിയോ? ദൈവത്തിന് ബോധിച്ചവനായി നിൽക്കണമെങ്കിൽ അനുസരണക്കേടിന്റെ ആത്മാവിനെ നമ്മുടെ കീഴാക്കണം. അതിനുള്ള ആത്മാവ് വേറെ എങ്ങൊന്നും വരണ്ട, നമ്മുടെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചറിഞ്ഞ് ഈ അനുസരണക്കേട് പിന്നെ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. എന്താണെന്നറിയോ? എപ്പോഴും നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും നമ്മൾ വഴി മാറ്റിക്കൊണ്ടിരിക്കും. ഈ ട്രെയിനിന്റെ പാളം, അതെ, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന എഞ്ചിനീയർമാർ ചേഞ്ച് ചെയ്യുന്ന പോലെ നമ്മുടെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, പല ഡയറക്ഷൻ നമുക്കില്ല, ഒരൊറ്റ ഡയറക്ഷനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ റൂട്ടുള്ളൂ, എല്ലാവർക്കും ഒരേ വഴിയുള്ളൂ. ആ വഴിയിൽ നിന്ന് ആ വചനം അനുസരിച്ച് മുന്നേറിയാൽ നമ്മെ തളർത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇവിടെ വായിക്കുന്ന ഒരു വചനമുണ്ട്, മത്സരം. നമ്മളെപ്പോഴും ചിന്തിട്ടുണ്ട് നമ്മളാരും മത്സരിക്കുന്നവരല്ല. നോർമലി ചിന്തിച്ചാൽ നമ്മളാരും മത്സരിക്കുന്നവരല്ല. എന്നാൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, ദൈവഹിതത്തിന് വിരോധമായി നമ്മളിൽ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളെ, ചിന്തകളെ, ആലോചനകളെ കീഴ്പ്പെടുത്താൻ കഴിയാതെ പലപ്പോഴും നമ്മൾ കൈമലർത്തി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ശത്രുവിന്റെ യുദ്ധത്തിന് മുമ്പാകെ നമ്മൾ തോറ്റു പോവുകയാണ്. ഇവിടെ ശൗലിന് സംഭവിച്ചത്, സാഹചര്യത്തിന് അനുകൂലമായി അവൻ നിന്നു, എന്നാൽ അതിനെതിരായി നിൽക്കേണ്ടവൻ അനുകൂലമായി നിന്നപ്പോൾ ആഴത്തിലുള്ള പരാജയം, ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത പരാജയം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രമാണത്തിന് അധിഷ്ഠിതമായ ദൈവത്തിന് ബോധിച്ച ഒരു മനുഷ്യനായി നിൽക്കുന്നവനെ മാത്രമേ ദൈവത്തിന്റെ കരത്തിൽ ദൈവത്തിന് വഹിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഈ വിശുദ്ധന്മാരെ അനവധി പട്ടിക പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവപ്രസാദത്തിന് വേണ്ടി നിന്നവരെ കട്ടതയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഭാരത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്, നിരാശയിൽ അകപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വിടിവിച്ച ഒരു കർത്താവുണ്ട്. ആയതുകൊണ്ട് ഈ പകൽക്കാലം മടങ്ങി വന്ന് ദൈവപ്രസാദമുള്ള, ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിയായി നിൽപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വീണ്ടും നമ്മൾ ഓടി വരുമ്പോൾ ആ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട്, അതിന്റെ പശ്ചാത്തലം പറയാൻ ഇത്രയും വന്നു, ആ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ടാണ് ദൈവം പറഞ്ഞത്, ഇശായിയുടെ പുത്രനായ ദാവീദിനെ ഞാൻ ബോധിച്ചവനായി കണ്ടിരിക്കുന്നു. എന്താ ഞാൻ ഇത് പറയാൻ പറ്റുന്നറിയാവോ? ഈ ബോധിച്ചവനായി കണ്ട വ്യക്തിയിൽ ഒത്തിരി പ്രത്യേകത ദൈവാത്മാവ് മുന്നമേ കണ്ടിരുന്നു. ആ ബോധിച്ച വ്യക്തിയിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകത, അവന്റെ മേൽ യഥാർത്ഥ തൈലക്കൊമ്പിൽ നിന്നൊരു അഭിഷേകം വീഴുകയാണ്. ഇന്ന് പകൽ നമ്മളൊരു കാര്യം ദൈവത്തോട് പറയണം, കർത്താവേ, ഈ ലോകത്ത് ഞാൻ 20 വയസ്സായി, 30 വയസ്സായി, 60 വയസ്സായി, 70 വയസ്സായി ഞാൻ ജീവിച്ചിരിക്കുക. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ അഭിഷേകം പോരാ. പരിശുദ്ധാത്മാവ് ദൈവദാസനെ എന്നോട് ഈ കൂട്ടായ്മയുള്ള ബന്ധത്തിൽ ദൈവാത്മാവോട് പറയുന്നൊരു പ്രത്യേകമായൊരു ദൂത് ഞാൻ ഈ ഇടയ്ക്ക് പറയുക. എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട് ഇതാണ്. ഇരുമ്പ് ആയുധം പലതും മുറിക്കാനോ വെട്ടാനോ ഉപയോഗിക്കുന്നത്, ഇരുമ്പായുധം. പക്ഷെ എന്നെ കാണിക്കുന്ന വെളിപ്പാട്, എന്നോട് ദൈവാത്മാവ് ദൈവദാസനോട് പറയാൻ പറയുക, എന്നെ കാണിക്കുന്നത് വെട്ടുകത്തി കൊണ്ട് വെട്ടുന്ന സാധനമല്ല ഇരുമ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്നത്. അർത്ഥം, വെട്ടുകത്തി ഒരു ആലയിൽ കൊണ്ടുവന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി ആലയിലെ കൊല്ലൻ രാഗി എടുക്കുന്ന പോലെയല്ല ഇരുമ്പ് മുറിക്കുന്ന വെട്ടുളി കാച്ചിയെടുക്കുന്നത്. അർത്ഥം, ഇന്ന് പകൽ പരിശുദ്ധനോട് പറയുന്നു, ഇതുപോലെ ഇതുവരെ ഈ ആണ്ടിൽ, ഈ 2025 ആണ്ട് വരെ കാണാതെ മാറാതെ ഇതുവരെ തടസ്സമായി ഒഴിഞ്ഞു പോകാതെ വെല്ലുവിളിയായി നിന്നിരിക്കുന്ന പലതിനെയും വെട്ടി മാറ്റുന്ന പോലെ കടുമയേറിയ അഭിഷേകം ഈ ദിനങ്ങളിൽ പകർന്ന് എൻ്റെ ദാസനെയും കുടുംബത്തെ ഞാൻ ഉയർത്തുന്ന മേഖല മുന്നിലുണ്ടെന്ന് പറയാൻ ആത്മാവിനോട് പറയുക. അതാരി മഠം വച്ചാധികത്തര എന്നെ കാണിക്കുന്നത്, ഒരു വലിയ വ്യക്തി ഒരു വെട്ടുളവി കൊണ്ട് കൊണ്ടുവന്ന് അത് വെട്ടി മാറ്റുന്ന ഒരു വെളിപ്പാട് എന്നെ കാണിച്ചിട്ട് ദൈവാത്മാവ് കാണിക്കുക. ഒരു വാക്കത്തി അല്ലെങ്കിൽ വെട്ടുകത്തി കൊണ്ട് വെട്ടുന്നത് ചെറിയ കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവത്തിന് കടുപ്പമില്ലാത്തതാണ്. ശത്രുവിന്റെ ദേശത്തെ പിടിച്ചൊതുക്കുന്ന, പട്ടണത്തെ പിടിച്ചൊതുക്കുന്ന, കുടുംബത്തെ പിടിച്ചൊതുക്കുന്ന ചില വ്യക്കരാനദംവീനി അസ്വസ്ഥന കൽക്കന ായി നിൽക്കുന്ന ചില വിഷയങ്ങളെ അറുത്തു മാറ്റി ഒരു വലിയ ജയത്തിന് സാക്ഷ്യം ഈ കൂട്ടായ്മയിൽ വരുന്ന ദിനങ്ങളിൽ വെളിപ്പെടുത്തുന്ന ദൈവാത്മാവ് ഈ കൂട്ടായ്മ നോക്കി പറയാൻ എന്നോട് പറയുകയാണ്. ഞാൻ ഓടിപ്പോവുകയാണ്. ദൈവത്തിന്റെ മക്കളെ, ശൗലിലൂടെ അത് നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ആ ബോധിച്ച അനുഭവം, സ്നേഹത്തിന്റെ അനുഭവം, വ്യത്യസ്തമായ അനുഭവം തള്ളിക്കളഞ്ഞിട്ട് ഇതാ ഒരുവനെ കാട്ടിൽ നിന്ന് വരുത്തി അവിടെ അഭിഷേകം ചെയ്യുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം തന്നെ 16 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, ആ
പ്രത്യേകമായ ആ ഏലിയാവിന്റെ ആത്മാവോടെ വന്നു എന്നൊക്കെ ചിന്തിക്കത്തക്ക നിലയിൽ ശൗലിനെ ദാവീദിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് ഇശായിയുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് അവന് വിശേഷമായ തൈലാഭിഷേകം നടത്തുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത്രമാത്രം ഉന്നത പദവിയിലേക്കൊന്നും ശൗലിനെ ദാവീദിനെ എത്തിക്കുമെന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ വകയില്ലായിരുന്നു. കാരണം അവനൊരു സാഹചര്യം അവിടെ കാണുന്നില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നതിനറിയോ, അഭിഷേകം വീണത് മുതൽ ആള് മാറി. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഈ ലീലാമ എന്ന് പറയുന്ന ഒരു സഹോദരി, ബാംഗ്ലൂർ ലീലാമ എന്ന് പറയുന്ന ഒരു സഹോദരി എന്നോട് ആത്മാവ് പറയുന്നു, ചില നിരാശയുടെ കെട്ടുകൾ ഇന്ന് പകൽ അടിയട്ടോ. എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ ദൈവദാസിലൂടെ പല ദൂതുകൾ ഇന്നു പകലും കേട്ടിട്ട്, എന്നോട് അങ്ങനെ പറയും, ഇന്നു പകലും കേട്ടിട്ടും അത് തിരിച്ചെടുക്കാൻ കഴിയാതെ വണ്ണം അടച്ചു കളയുന്ന ചില മേഖലകളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതനിറങ്ങി വെട്ടി മാറ്റുന്ന ഒരു വെളിപ്പാട് എന്നോട് കർത്താവ് കാണിക്കുന്നു. അതേസമയം ഇതിന്റെ കൂടാരത്തിനകത്ത് കിടക്കുന്ന രോഗശക്തികളെ ദൈവാത്മ വെട്ടിമാറ്റുന്നു. അതേപോലെ തന്നെ ദൈവാത്മ കാണിക്കുന്നു, മനസ്സിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിന് ഇറങ്ങാൻ കഴിയാതെ അകത്തുനിന്ന് ഒരു പ്രഷർ ചെലുത്തുന്ന പോലെ അറിവില്ലായ്മയുടെ വ്യാപാരം, അജ്ഞാനത്തിന്റെ വ്യാപാരം കയറ്റിവിട്ട് മറച്ചു കളയുന്ന ഇരുട്ടിന്റെ ശക്തി ഇന്ന് പകൽ ഒരു ജയത്തിലേക്ക് വരിക. ആത്മാവ് ശക്തമായി പ്രാർത്ഥിച്ചുള്ള ആത്മാവ് പറയുന്നു, ഞാൻ ഓടിപ്പോകട്ടെ ദൈവത്തിന്റെ മക്കൾ. ഇവിടെ വായിക്കുന്നത് ശൗലിനെ അഭിഷേകം, ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. ആ അഭിഷേകത്തിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ ഈ ദാവീദിന്റെ പ്രത്യേകത, ദൈവം എന്തു പറയുന്നുവോ അതനുസരിച്ചാണ് ഓരോ സ്റ്റെപ്പ് വെക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഓടി വരുമ്പോൾ അവിടെ അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഒന്ന് രാജാക്കന്മാർ 15:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഞാനൊന്ന് വായിച്ചോട്ടെ. അവിടെ ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവിടെ ചേർത്ത് എഴുതിയേക്കുന്ന ഒരു കാര്യമുണ്ട്, ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തൻ്റെ ആയുഷ്കാലം ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. ദൈവത്തിന്റെ മക്കളെ, നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് ബോധിച്ചവനായി കാണണമെങ്കിൽ, എന്നോട്, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്നെ ബോധിച്ചവനായി കാണണമെങ്കിൽ അറിഞ്ഞ് മനസ്സിലാക്കിയ കാലഘട്ടം മുതൽ അതിനെ മുറുകെ പിടിച്ച് തെന്നി മാറാതെ, ഉഴന്നു മാറാതെ, ഒഴുകി മാറാതെ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറായാൽ, അവിടെയും ഒരു കുറ്റം സംഭവിച്ചത് പരിശുദ്ധാത്മ മറന്നിട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉയർന്നാലും ഒരു കുറ്റം ചെയ്താൽ അന്നും പറയും, നിന്നെ കുറ്റം ചെയ്തിരുന്നു, പക്ഷെ ഞാൻ അതിൽ നിന്ന് വിടുവിച്ചു കേട്ടോ. കുറ്റം ചെയ്ത് ഈ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം എന്നറിയോ, എന്തെങ്കിലും വീഴ്ചയോ താഴ്ചയോ വന്നു കഴിഞ്ഞാൽ അതെന്നും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഉയർത്തി, ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അവനെ എല്ലാം തോൽപ്പിച്ച ക്രൂശിന്റെ ചുവട്ടിൽ അവന്റെ സകല ബലവും സകല ആയുധവും സകല തന്ത്രവും ക്രൂശിന്റെ ചുവട്ടിൽ വെക്കടാന്ന് വെപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരുവൻ എൻ്റെ നിന്റെ അകത്തുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ പാപത്തിനല്ല അധീനമാകുന്നത്, കൃപയ്ക്കാണ് നാം അധീനമാകുന്നത്. അർത്ഥം എന്താണ്? പാപത്തിന് അധീനതയിൽ കിടക്കുന്നവന് പ്രമാണമില്ല, കൃപയ്ക്ക് അധീനമായവനിൽ പ്രമാണം ഉണ്ട്. ആ പ്രമാണത്തിൽ നിന്ന് നാം ജയം എടുക്കുമ്പോൾ നമ്മെ തോൽപ്പിക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ഞാൻ ഓടിപ്പോകട്ടെ. ഇവിടെ വായിക്കുന്നത് ദാവീദിന് അത് ദൈവം പറഞ്ഞ അപ്രമാണത്തിൽ മരണം വരെ മുറുകെ പിടിച്ചു. ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിച്ച്, എത്ര ശക്തിയായ ദൂതുകൾ നമ്മൾ കേട്ടു, എത്ര ആലോചന കേട്ടു. ചില രോഗക്കെടുതികളെ കുറിച്ചൊക്കെ പരിശുദ്ധ എനിക്ക് ബോധ്യം വരുത്തുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും പറയട്ടെ. എത്ര ദൂത് കേട്ടിട്ടും അതിനകത്ത് നിലനിൽക്കാൻ കഴിയാതെ ഒഴുക്കുന്ന വ്യാപാരം. നമ്മൾ പറയും ദേശാധിപതിയാണ്, നമ്മൾ പറയും സാത്താന്റെ കോട്ടയാണ്, നമ്മൾ പറയും അന്യാസനൊക്കെ, ഇതെല്ലാം ഉണ്ടെന്നേ. പക്ഷെ അതിനെല്ലാം ജയിക്കുന്നതല്ലേ അകത്തിരിക്കുന്നത്. ഇതൊന്ന് തിരിച്ചറിയാമോ? ഈ ദൈവാത്മാവിന്റെ പ്രത്യേകത എന്താ? ജയത്തിലേക്ക് നടത്തുന്നതിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ദിവസവും ഇനി അതെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചോളാൻ പറയുന്നതല്ല കേട്ടോ. നമ്മുടെയൊക്കെ ആൾക്കാരുടെ ചിന്ത അങ്ങനെയൊക്കെ പോയി വഴുതിപ്പോയി. എന്ന് വെച്ചാൽ ഭൗതിക ലോകത്തിലെ ഉയർച്ചയും മാന്യതയാണ് വലുതെന്ന് പറയുന്ന ലോകത്തിലേക്ക് നമ്മൾ അത് പതിച്ചു. ഭൗതികത്തിൽ നമുക്ക് വേണം, നന്മ വേണം, അനുഗ്രഹം വേണം, അതെല്ലാം ദൈവം തന്നോളൂ. അർത്ഥം എന്താ? കർത്താവ് പറഞ്ഞാ മുന്നമേ ദൈവത്തിന്റെ രാജ്യവും അതല്ലേ ഇപ്പോൾ വിട്ടുകളഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതല്ലേ നമ്മളിങ്ങനെ പ്രസംഗിക്കേണ്ടി വരുന്നത്. എന്താ കാരണം? രാജ്യവും നീതിയും വിട്ടുകളഞ്ഞ് ലോകത്തിന്റെ നീതി, ലോകത്തിന്റെ അനുഭവം, ലോകത്തിന്റെ വഴികളൊക്കെ ഒരിക്കൽ പിതാക്കന്മാർ വിട്ടുകളഞ്ഞത് തിരിച്ച് ഇതിനകത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി ഇന്ന് പകലിൽ ഈ വിശുദ്ധ കൂട്ടായ്മ നിൽക്കുന്ന നമ്മൾ അറിയേണ്ടത് അത് തിരിച്ചു പിടിക്കണം. അർത്ഥം വചനത്തിന്റെ മൂല്യം, സത്യത്തിന്റെ ആഴം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിതാക്കന്മാർ ചേർത്ത് പിടിച്ച ദൈവോധന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അത് മുറുകെ പിടിക്കാൻ തയ്യാറാകുമ്പോൾ, ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാത്താനെ ഓടിക്കേണ്ടി വരത്തില്ല. നമുക്കെല്ലാം ഇപ്പൊ അതല്ലേ പ്രശ്നം എന്ന് വെച്ചാൽ ബന്ധനമാണ്, കെട്ടാണ്. എന്താ കാരണം? പിടിക്കേണ്ടതുപോലെ സ്വർഗത്തിലെ കരം ഒന്ന് മുറുകെ പിടിച്ചാൽ ദൈവവചനം പറയുന്നു, പിശാചിനെ
ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. കാരണം ഇരിപ്പിടം കൊടുത്തിട്ടല്ലേ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ അവിടെ എവിടെയൊക്കെ വന്നിരിക്കുന്നത്. ആ ഇരിപ്പിടം എവിടാന്നൊന്ന് തിരിച്ചറിഞ്ഞ് ശോധന ചെയ്ത് ആത്മാവിലൊന്ന് കുടഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മൾ അവനെ വലുതായി കാണാതെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിന്റെ മകനാണ് മകളാണെന്ന് ആ ധൈര്യത്തോടെ ഒന്ന് സ്തോത്രം ചെയ്തു നോക്കിയേ. ഞാൻ അനുഭവിക്കുന്ന കാര്യം പറയാം. ചുറ്റുപാടുകളെല്ലാം വലിയ എതിരുകളുണ്ടാകാം. പക്ഷേ സാഹചര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് പുറത്തും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറക്കെ പലതും പറയുന്നില്ല. ദൈവമക്കൾ മനസ്സിലാക്കണം, ജയത്തിലേക്ക് നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ജയവീരന്മാരാണ്. തിരിച്ചറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ വിളിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവത്തിലെ കുഞ്ഞുങ്ങൾ മാത്രമാണ്. അപ്പോൾ എൻ്റെ ഭാഷയെ നിങ്ങൾ എന്തുവായി പറയണേ? ഞങ്ങൾ ഈ 20 വർഷമായി 15 വർഷമായി എന്നും കെടുതിയാണ്, എന്നും കടഭാരമാണ്, എന്നും ഞെരുക്കമാണ്, എന്നും ഞങ്ങൾക്ക് ക്ഷീണമാണ്, എന്നും വലിയ അലോരസമാണ്, ഒന്നും കുടുംബത്തിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ തിരിച്ചൊരു കാര്യം ഞാൻ പറയാം. അതിൻ്റെ ചുവടേതെഴുതുക, അവൻ്റെ വേറെ എവിടെ കിടക്കണം തിരിച്ചറിയാൻ പാവിരിക്ക്. മുമ്പ് ഒരു അഭിഷക്തൻ പറഞ്ഞില്ലേ, മടക്കാത്ത പായ എന്ന് വെച്ചാൽ മടങ്ങിപ്പോകാത്ത, മുടങ്ങിപ്പോകാത്ത, നിന്നു പോകാത്ത ഒരു പ്രാർത്ഥനയുടെ ജീവിതം എൻ്റെ നിന്റെ അകത്തുണ്ടെങ്കിൽ ശത്രുവിനെ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം പരാജയപ്പെടുത്താനുള്ള ആ സാഹചര്യം നിന്റെ അകത്തില്ല. ആ പരാജയത്തെക്കാൾ, കയറി വരുന്ന യുദ്ധത്തെക്കാൾ, കയറി വരുന്ന പോരാട്ടത്തെക്കാൾ വീര്യം നിന്റെ അകത്തുണ്ട്. ആ വീര്യമാണ് നമ്മെ പഠിപ്പിച്ച് അത് ഉറപ്പിച്ചത്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇരുമ്പിനാൽ മുറിക്കുന്ന ഒരു ദൈവത്തിലെ എന്ന് വെച്ചാൽ ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് മുറിക്കത്തക്കതിൽ കടുപ്പം വരുത്തുവാൻ ലോകത്തിലെ അത് ജ്ഞാനികൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് പല ദൈവത്തിന്റെ വചനം എന്നോട് പറയുന്നത്, ഇത് പാറയെ തകർക്കുക ചുറ്റിയ മാത്രമല്ല, ഇത് ഏതിനെയും തകർക്കും, ഏതിനെയും പണിയും. ഏതിനെയും തകർക്കാൻ ഇതിന് കഴിയും, ഏതിനെയും പണിയാനിവിടെ കഴിയും. എന്ന് വെച്ചാൽ പ്രവാചകനോട് ആത്മാവ് പറഞ്ഞത്, നിന്നെ ചിലതിനെ തകർക്കാനും ചിലതിനെ പണിയാനും ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് പകൽ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിന് അസാധ്യമായി ഒന്നുമില്ല. സാഹചര്യം നോക്കണ്ട. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളുപോലെ വിളിച്ചു വരുന്ന ചെയ്യുന്ന ആത്മാവാണ് എൻ്റെ മേൽ ഉള്ളതെന്ന് ഇന്ന് പകൽ ഏത് ദൈവമില്ല തിരിച്ചറിയാൻ ഇന്ന് പകൽ പറ. കുടഞ്ഞ എഴുന്നേൽക്കണം. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നാടുകളായി വിദേശയാത്രയ്ക്ക് എന്നോട് പറയുന്ന വാക്കിതാണ്. വിദേശമാണെന്ന് എനിക്ക് വലിയ നിശ്ചയം കാണുന്നില്ല. എന്നോട് വാക്ക് പറഞ്ഞേ, ജോലി സംബന്ധമായി തടസ്സങ്ങൾ, ജോലി സംബന്ധമായി, ഒരു പക്ഷേ വിദേശത്താകാം, ഒരു പക്ഷേ യാത്രകളാകാം, എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞ ജോലി സംബന്ധമായി തടസ്സമിട്ട് ഭാരത്തോടെ ആയിരിക്കുന്ന ഒരു 3 പേരെ ദൈവാത്മാവിനെ കാണിച്ചു തരുന്നു. ആ 3 പേരോടെ ഫോട്ടോ ഇത് മാറ്റി നോക്കാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. എന്നോട് പറയുന്നു, ഈ കൂട്ടായ്മ ഇരിക്കുന്ന 3 പേരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ജോലി സംബന്ധമായി ഒത്തിരി ശ്രമിച്ചു, ഒത്തിരി പണം മുടക്കി, ഒരുപാട് കാര്യം ചെയ്തു, ഒന്നും നടക്കാതെ തടയപ്പെട്ട ഒരു വ്യക്തിയെ പോലെ ഇരിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥന ശക്തമായി പ്രാർത്ഥിച്ചു കൊള്ളുക. 2025 6 മാസത്തിനുള്ളിൽ വെച്ച് ചില വഴികൾ ഞാൻ തുറക്കുമെന്ന് ആത്മാവ് വ്യക്തമായ ആലോചന പറഞ്ഞു. 2026 6 മാസം തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. അതിനോട് ചേർന്ന് ദൈവാത്മാവ് പറയുന്നൊരു വേദഭാഗം കൂടെ ഉണ്ട്. യഹോശാഫാത്ത് രാജാവിന് നേരെ, എന്നോട് ആ ദൂതിനോട് അനുബന്ധിച്ച് ആത്മാവ് പറയുന്ന ഒരു വേദഭാഗം. യഹോശാഫാത്തിന് രാജാവിന് നേരെ ശത്രുക്കൾ കൂട്ടം കൂടി യുദ്ധത്തിന് വന്നു. സാഹചര്യം വലിയ എതിരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിലയും രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്നോട് കർത്താവ് പറയുന്നു, ദൂതിന്റെ ആ മറുപടി, ആ ദൂതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേദഭാഗം കേട്ടുകൊള്ളുക. യഹോശാഫാത്ത് രാജാവ് ഒരൊറ്റ കാര്യം എന്താണെന്നറിയോ? സാഹചര്യം വിശദീകരിക്കാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരാധിക്കാനും സ്തുതിക്കാനും ആളുകളെ നിയമിച്ചു. അവസാനം രാജാവോടെ കൂടി സ്തോത്രം ചെയ്യാനും സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങിയപ്പോൾ ശത്രുവിന് നേരെ നിൽക്കാൻ കഴിയാത്ത പോലെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, വർഷങ്ങളായി, നാളുകളായി മുന്നിട്ട ഭാവി മണ്ഡലത്തിനെതിരെ, ജോലി മണ്ഡലങ്ങൾക്കെതിരെ ശത്രു സൃഷ്ടിച്ച വേലിക്കെട്ടുകൾ ഈ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് അറുത്തു മാറ്റി ഒരു ജയത്തിലേക്ക് നടത്തും. അതിനായി ശക്തമായി പ്രാർത്ഥിച്ചുകൊള്ളുവാൻ ആത്മാവ് പറയുന്നു. എന്നോട് ഒരു കാര്യം കൂടെ ആത്മാവിനെ വെളിപ്പാട് കാണിച്ചു പറയുന്നു. സാമ്പത്തികമായി ചില കെടുതികൾ അയച്ച് ക്ഷീണിപ്പിച്ച്, കടമാരാണെന്ന് എനിക്കറിയത്തില്ല, ഈ ഭാരം എന്നോട് ഇങ്ങനെ കൈ വിരിച്ചു നിൽക്കുന്ന ഒരു മേഖല എന്നെ ദൈവാല് കാണിക്കുന്നു. വെച്ചാൽ എത്ര കിട്ടിയാലും മതിയാകുന്നില്ല, എത്ര കിട്ടിയാലും ഈ കുഴിയിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. ഈ നിലയിൽ കിടക്കുന്ന ചിലതിനെ ദൈവാത്മാവ് സ്ഥിതിവിശേഷങ്ങൾ മാറ്റി, അർത്ഥം വാരഗതി മനുഷ്യ ദിഗത്തന ആത്മാവിനെ കാണിക്കുന്ന വെളിപ്പാട്, ഒരു ഉണങ്ങിക്കിടക്കുന്ന പ്രതലത്തിലേക്ക് ഒരു വലിയ മഴ പെയ്തിട്ട് ഭൂമിയുടെ സ്ഥിതി മാറുന്ന പോലെ ചില കുടുംബത്തിലെ
നിങ്ങളുടെ സ്ഥിതി ദൈവാലും മാറ്റുന്ന ഒരു വെളിപ്പാട് പരിശുദ്ധാൽ കാണിക്കുന്നു. നിങ്ങളുടെ സാഹചര്യം ഒന്നും എനിക്ക് അധികം വിശദീകരിക്കാൻ പറ്റത്തില്ല. ആയതുകൊണ്ട് ഈ പകൽ ഏറ്റെടുത്ത് സ്വോത്രം ചെയ്ത് അകമുറിയിൽ കയറി അകമറിയിൽ എന്നോട് കർത്താവ് പറയുന്നു, വാതിലടച്ച് അറയിൽ കിടന്ന് സ്വർഗീയ പിതാവിന്റെ മുറിയിൽ അടങ്ങി ഒന്ന് കാര്യം പറയത്തക്ക ഒരുങ്ങി പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. കെടുതികൾ ഞാൻ അടിക്കും, കെടുതികൾ ഞാൻ അടിക്കും. ആത്മാവ് ആവർത്തിച്ച് പറഞ്ഞു, ഏകൽമന അധൂനജലക്ഷാനിക, രോഗക്കെടുതികളെ എൻ്റെ ദൈവം അഴിക്കും. ഹൃദയഭാരം എന്നോട് കർത്താവ് പറയുന്നത്, ചങ്കിനകത്ത് ഈ വലിയ കല്ലെടുത്ത് ഉരുട്ടി വെച്ചിരിക്കുന്ന പോലെ ഭാരം. ഈ ആരാധന എല്ലാം സംഭവിച്ചിട്ടും ഉരുണ്ടു മാറാതിരിക്കുമ്പോൾ ആത്മാ പറയുന്നു, ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അകത്തളങ്ങളിൽ ആഴത്ത് സമർപ്പണോടെ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. എന്നോട് കർത്താവ് പറഞ്ഞു, ചിലപ്പോൾ ഒരൊറ്റ വാക്കായിരിക്കും കേട്ടോ, ഒരൊറ്റ വാക്ക്. ആ ഒറ്റ വാക്ക് അതിനോടനുബന്ധിച്ച് പറയുന്ന മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്പം കൊണ്ടും അധികം കൊണ്ടും വലിയവ ചെയ്യുന്ന. ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ദൈവം കൊണ്ടുവരിക. അല്പം കൊണ്ടും അധികം കൊണ്ടും വലിയവ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നാം ഇരിക്കുന്നത്. മനസ്സിലാക്കി പ്രാർത്ഥിച്ചു കൊടുക്കുക. ആത്മാവൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ദൈവാത്മാവ് ഈ പകൽ പറയുകയാണ്. വീണ്ടും ദൈവത്തിന് ബോധിച്ച വ്യക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയും. 89 സങ്കീർത്തനത്തിൽ ഒരു വേദഭാഗം കാണുന്നു. 89 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗം, ദൈവത്തിന് ബോധിച്ച ദാവീദിനെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം എഴുതി വെച്ചിരിക്കുക. 89 സങ്കീർത്തനം അതിന് 20 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, എൻ്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം, അവിടെ പറയുന്നുണ്ട്, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വിശദീകരിക്കാൻ എൻ്റെ ബുക്കിലുണ്ട്, എന്നാൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ അഭിഷേകമൊക്കെ വല്ലാത്തൊരു മേഖലയില്ല. അർത്ഥം ആ അഭിഷേകത്തിന്റെ അനുഭവം മാറുന്നതോടുകൂടെ ലോകം കയറി വരും കേട്ടോ. ഇതെങ്ങനെ തിരിച്ചറിയുന്നറിയോ? ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യം ആരെയും പരാമർശിക്കുകയല്ല, ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയ ഒരു കാര്യം. അഭിഷേകത്തെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയോ? യഥാർത്ഥ അഭിഷേകമാണെങ്കിൽ ആത്മാവിന്റെ ഹിതം നമ്മിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും, ആത്മാവിന്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ 10 അന്യഭാഷയൊക്കെ കടിച്ചാൽ പൊട്ടാത്ത അന്യഭാഷയൊക്കെ പറഞ്ഞ് പ്രവചനവും ദൂതും ഒക്കെ പറഞ്ഞ ശേഷം അല്പ കഴിയുമ്പോൾ എൻ്റെ സ്വഭാവം മാറൂല. മനസ്സിലാകുന്നു? ശ്രദ്ധിച്ചു കേട്ടോളണം. അഭിഷേകത്തിന് ആത്മാവിന്റെ സ്വഭാവം വെളിപ്പെടും. അഭിഷേകം പ്രാപിച്ചവന് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം, സ്നേഹം, സന്തോഷം, താഴ്മ, വിനയം, സഹകരണം, ഇതെല്ലാം അങ്ങനെ വരും കേട്ടോ. ആത്മാവ് അവിടെ 9 ഫലങ്ങളെ കുറിച്ച് വായിക്കുന്നെങ്കിൽ ഇതൊന്നും തീർന്നൊന്നുമില്ല. ദൈവത്തിൽ ഒരുപാട് ഫലങ്ങളുണ്ട്. അർത്ഥം ദൈവാത്മാവിന്റെ ഫലം എന്നിൽ വെളിപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ അഭിഷേകം ശരിയാണെന്ന് വേറൊരു പ്രവാചകൻ പറഞ്ഞ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അർത്ഥം എന്താ? ഈ അഭിഷേകം കറക്റ്റ് ആണെങ്കിൽ ദൈവം ബോധിച്ചു എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. എൻ്റെ ദൈവം എന്നെ ബോധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ സ്വഭാവം മാറി, എൻ്റെ കോപം മാറി, എൻ്റെ നുണപറച്ചിൽ മാറി, എൻ്റെ കുറ്റം പറച്ചിൽ മാറി, എൻ്റെ ആവശ്യമില്ലാത്ത കാഴ്ച മാറി, ആവശ്യമില്ലാത്ത സംസാരം മാറി എന്ന് നമ്മൾ തന്നെ വിവേചിക്കുമ്പോൾ വേറൊരാളെ പുസ്തകത്തിലെന്താ പറഞ്ഞത്? കൊരിന്ത്യർ ലേഖനം അതല്ലേ പറഞ്ഞത്, അവനവൻ തന്നെത്താൻ വിവേചിക്കണം. അത് കർത്താവിൻ്റെ മേശയുടെ മുമ്പാകെ വരുമ്പോൾ മാത്രമല്ല, ഓരോ ദിവസവും വിവേചിക്കണം. വിവേചിച്ചിട്ട് പറയണം, ആവശ്യമില്ലാത്തൊക്കെ യേശു നാമത്തിൽ പോട്ടെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നത് എന്ന് സ്തുതിക്കുമ്പോൾ തന്നെ ആ കെട്ടങ്ങ് പോട്ടും. അത്രേ ഉള്ളൂ. ഒരു ദൂതുവാഹി അവിടെ വരണ്ട, ഒരു പ്രവാചകൻ അവിടെ വരണ്ട. ഇതല്ലേ നമ്മുടെ അകത്തളയിൽ ചെയ്യും. ഞാൻ മുമ്പൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞില്ലേ, അകത്ത് മുറിയിൽ കിടന്ന് ചെന്നിട്ട് വാതിലടച്ച് ഒരു പായങ്ങ വിരിക്കണം. മുട്ടുമുടക്കുമ്പോൾ അവിടെ ഒരാൾ ഇറങ്ങി വരും. ആരാന്നറിയോ? സർവശക്തനായ ദൈവത്തിന്റെ കര അവിടെ ഇറങ്ങി വരും. അപ്പോൾ വിവേചിച്ച് ശുദ്ധീകരിച്ച് അകത്തോട്ട് കയറി കഴിയുമ്പോൾ അവിവേചിച്ചവന്റെ മേൽ അവിവേചനം തന്നവന്റെ ആത്മാവിടെ ഇറങ്ങി നമ്മെ ശക്തിപ്പെടുത്തും. അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആൾ മാറും. ദാവീദിനെ നോക്കണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ആരാധിക്കുന്ന മനുഷ്യൻ, സ്തോത്രം ചെയ്യുന്ന മനുഷ്യൻ സ്വഭാവം മാറി. അർത്ഥം ശത്രുവിന് അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. താഴേക്ക് വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത്, എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. വീണ്ടും അടുത്ത ഭാഗം, ശത്രു അവനെ തോൽപ്പിക്കയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുമ്പിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവനെ ഞാൻ സംഹരിക്കും. എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദൈവം അവനോട് കൂടിയിരിക്കും, എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും. ദൈവത്തിൻ്റെ മക്കളെ, ഇതിൽ കൂടുതൽ ദൈവപ്രസാദമുള്ള വ്യക്തി, ദൈവം ബോധിച്ച വ്യക്തിക്ക് വേറെ എന്താ വേണ്ടേ? ചുറ്റിൽ ശത്രുക്കൾ, ചുറ്റിൽ പ്രതികൂലങ്ങൾ, കാര്യങ്ങളൊക്കെ വളരെ എതിരാണ്. പക്ഷേ ദൈവം അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ സഹായിക്കും. ശത്രുവിന് മുമ്പ് അവൻ പരാജയപ്പെടുകയല്ല, ഞാൻ അവനെ ഉയർത്തും. കഴിഞ്ഞ ദിവസം 1-2 മാസം മുമ്പ് ഒരു കർണാടകയിൽ നിന്ന് ഒരു ആൻറ്റി എന്നെ വിളിച്ചു.
അപ്പോൾ പ്രാർത്ഥിക്കാൻ വിളിച്ചതാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കാണുന്ന വെളിപ്പാട്, ഈ അവരുടെ വീടിരിക്കുന്നു, വീടിന് ചുറ്റും ഈ അല്ലാത്ത ഇപ്പം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യാരാധന കൊണ്ട് ചുറ്റി കെട്ടിയിരിക്കുക. ഇടത്തും വലത്തും പുറകിലും മുമ്പിലുള്ളവരൊക്കെ വേറെ വകുപ്പിലുള്ളവർ. ഞാനത് പൊതുവായിട്ട് അത് പേരൊന്നും ചൊല്ലി പറയുന്നില്ല. അപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും എതിർ പ്രാർത്ഥനകളും എതിർ ചിന്തകളും എതിർ ആരാധനകളും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതല്ലാത്ത ആരാധനയും പ്രാർത്ഥനയും ഉയർന്നു നിൽക്കുന്നത് ഇവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അർത്ഥം, വീട്ടിൽ നിന്ന് അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്നും രോഗം, എന്നും ഭാരം, എന്നും ക്ഷീണം, എന്നും അസ്വസ്ഥത. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനോട് പറഞ്ഞൊരു കാര്യം, ഈ ഇരുട്ടിന്റെ അധികാരത്തെ ഭയപ്പെട്ടവർ അകത്തൊതുങ്ങിക്കൂടി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ചുറ്റുപാടുകളെ നോക്കി നിങ്ങൾ വിധി എഴുതാതെ അകത്തളങ്ങളിൽ പകരപ്പെടുന്ന ആത്മശക്തി പ്രാപിച്ച് കുടഞ്ഞ് എഴുന്നേൽക്കാൻ നമ്മൾ തയ്യാറായാൽ, ഇവിടെ വായിക്കുന്നത് എന്തറിയോ? അഭിഷേകം പ്രാപിച്ചതിനെ കീഴ്പ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിവില്ല. അതിനാണ് പ്രാർത്ഥനയുടെ ആഴം നമ്മിൽ വെളിപ്പെടണമെന്ന് ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഓടിപ്പോവുകയാണ്. ഇവിടെ വായിക്കുന്നത്, ദൈവത്തിന് ബോധിച്ച വ്യക്തിയുടെ അതെ വീട്ടിൽ ദൈവം ഇറങ്ങും. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 23 വായിക്കുന്നത്, ഞങ്ങൾ അവനോട് കൂടെ വാസം ചെയ്യും. അർത്ഥം, എൻ്റെ സമയം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്, ഞാൻ ഒത്തിരി മുന്നോട്ട് പോകില്ല. നമ്മോട് കൂടെ വാസം ചെയ്യുന്ന ഒരു കർത്താവ്, ആ കർത്താവിൻ്റെ വാസത്തിലേക്ക് നമ്മളെ കർത്താവ് അടുപ്പിക്കാൻ ഈ പകൽ ആഗ്രഹിക്കുകയാണ്. അർത്ഥം, ഒരു പാസ്റ്ററുടെ സഹായം കൂടാതെ, ഒരു സഹോദരൻ്റെ സഹായം കൂടാതെ, ഒരു സഹോദരിയുടെ സഹായം കൂടാതെ യേശുദാൻ കൂടെ വന്ന് നമ്മോട് കൂടെ സഹകരിച്ച് സന്തോഷിച്ച് കർത്താവുമായിട്ട് ആനന്ദിച്ച് മുന്നേറാൻ പരിശുദ്ധാത്മാവ് ഈ പകൽ നമ്മെ സഹായിക്കും. അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. 1-2 ദൂതുകൾ എന്നോട് പറയാൻ ദൈവാത്മാവ് പറയുന്നു. ഒന്ന്, ദൈവാത്മാവിനോട് പറയുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവിന് വിരോധമായി ചിന്തിക്കുന്ന മേഖലകളെ ഇന്ന് പകൽ ദൈവാത്മാവ് എടുത്തു കളയും. അർത്ഥം, ആത്മാവിന്റെ ആലോചനയ്ക്ക് വിരോധമായി ഹൃദയത്തിൽ ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത് രോഗമായി നിൽക്കുന്ന ചില വെളിപ്പാട് ദൈവാത്മാവ് കാണിക്കുന്നു. അർത്ഥം, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതിന് അനുസരിക്കാതെ വന്നതുകൊണ്ട് വീഴ്ച വന്ന ചിലരെ ദൈവാത്മാവ് എന്നെ കാണിച്ചു തരുന്നു. എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഇന്നത് സംഭവിച്ചില്ലല്ലോ, നടന്നില്ലല്ലോ എന്ന് വെച്ച് നിരാശപ്പെടേണ്ട. കർത്താവ് പറയുന്നു, ഈ ദിനങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്നെങ്കിൽ ചില എന്നെ കാണിക്കുന്ന വെളിപ്പാട് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കമ്പിൽ അനേക ശിഖരങ്ങൾ അത് കിളിച്ചു നിൽക്കുന്നത് പോലെ ശത്രുവിന്റെ ചില പദ്ധതികൾ ചില കുടുംബത്തിനകത്ത് കിളിപ്പിച്ചതിന് ശേഷം, അർത്ഥം അതെല്ലാം ഉയർത്തിക്കൊണ്ടതിന് ശേഷം നിരാശയുടെ കെട്ടിനകത്തേക്ക് ഒതുക്കി നിൽക്കുന്ന വെളിപ്പാടിനെ കാണിക്കുന്നു. ഈ പകൽ പ്രാർത്ഥിച്ച് അതിനെ കുടഞ്ഞു കളയത്തക്ക നിലയ്ക്ക് എഴുന്നേറ്റ് വരാൻ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പറയുകയാണ്. രണ്ടാമത് എന്നോട് പറയുന്ന ഒരു കാര്യം, ഈ നടു സംബന്ധമായിട്ടുള്ള വേദന, എന്നോട് കാണിക്കുന്നത് എൻ്റെ ഇടുപ്പിന്റെ ആ നടുഭാഗത്ത് കറക്റ്റ്, ഹലോ, ഇടുപ്പിന്റെ നടുഭാഗത്ത് വേദനയുള്ളവരൊന്ന് കൈവച്ചോ, ഞാനൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അതുകൂടാതെ ഈ പെരുവിരലിൽ നിന്ന് ഈ ഒരു പെരുപ്പ് പോലെ കയറി വന്ന് ഈ കാലിന് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു വെളിപ്പാട് പരിശുദ്ധാൽ കാണിക്കുന്നു. ഒന്ന് കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചോ. ആത്മാവ് ഈ പകൽ വിടുവിക്കും. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാര ശക്തിയുടെ വലിപ്പം ഈ പകൽ ഈ കൂട്ടായ്മയിൽ വെളിപ്പെട്ട് വരികയാണ്. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്വർഗത്തിനും ഭൂമിക്കുന്നതിനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇടുപ്പിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. ഞരമ്പ് സംബന്ധമായി കെടുതിയകപ്പെട്ട് പെരുവിരൽ മുതൽ താഴോട്ട് മേളിലേക്ക് കയറി വരുന്ന വേദനയും അസ്വസ്ഥതകളും ബലഹീനമാക്കി ഒതുക്കി വീഴ്ത്താൻ നോക്കുന്ന വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു പോകാൻ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു. അസാധാരണ ദൈവിക വിടുതലിനകത്ത് സംഭവിക്കട്ടെ. വഴി അടഞ്ഞിരിക്കുന്ന ജനത്തെ ദൈവമേ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ വിദേശയാത്ര തടസ്സപ്പെട്ട് പണം നഷ്ടപ്പെട്ടതിൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറി ഒരു വലിയ ജയത്തിലേക്ക് വരേണ്ടതിന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അസാധാരണ ഒരു ദൈവിക വിടുതൽ ഈ പകൽ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഭിഷിക്തനായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ആഴമേറിയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ അഭിഷേകത്തോടെ യഗതപരിഘടകന ഹതിറ്റാരികൾ കനകക്ഷസി അന്തരാധികലംബരക ശമനാദികൾ കനഘടക ആഴമേറിയ ദൈവാത്മാവിന്റെ ബലത്തോടെ ഈ ദിനങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയുടെ ആവാരം ഈ പ്രാർത്ഥനയിൽ തുറന്നു വരട്ടെ. കർത്താവെ, അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകിച്ച് കർത്താവിന്റെ ആവശ്യത്തിനും നന്ദി പറയുന്നു. സമയം ഒത്തിരി മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം, എങ്കിലും ക്ഷമിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരും